ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട് ആനക്കാംപൊയിലുള്ള അരിമ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാട്ടോ. അപ്പം നമ്മൾ ഹസ്ബൻഡും മക്കളും ആയിട്ടാണ് പോകുന്നത്. കോഴിക്കോട് നിന്നും ഏകദേശം 45 കിലോമീറ്ററോളം ദൂരെയാണ് ഈ അരിമ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ കുറച്ച് മുൻപേ എടുത്തതാണ്. ഈ വീഡിയോനൊരു പ്രത്യേകത ഉണ്ട്. എൻ്റെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. വേറൊന്നുമല്ല കേട്ടോ, അത് ഞാൻ വഴിയേ പറയാം. അപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം ഫൈനൽ ഡെസ്റ്റിനേഷനൊക്കെ എത്താനായി എന്ന് തോന്നുന്നു. കുറേ നേരമായിട്ടോ നമ്മളിങ്ങനെ കാറിലിങ്ങനെ സഞ്ചരിക്കുന്നു. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടൊന്നും വന്നതൊന്നല്ല. പെട്ടെന്ന് ഹസ്ബൻഡ് മാറ്റി പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയതാണ്. ഇങ്ങോട്ട് വരുന്നവരെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങോട്ടാണ് വരുന്നത് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടുന്ന് നേരെ കാണുന്ന ആ ഭാഗത്താണ് കാർ പാർക്കിങ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു ഫുട്പാത്ത് ഉണ്ട്. ആ ഫുട്പാത്തിന് നേരെ പോകണം, എന്നാലേ നമുക്ക് അവിടേക്ക് എത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഒരു 10 രൂപയുള്ളൂ. പിന്നെ വീഡിയോ ഫോട്ടോ അതിന് അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നീട് താഴോട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫുട്പാത്തിലൂടെയാണ് അങ്ങനെ താഴോട്ട് ഇറങ്ങേണ്ടത്. ഞങ്ങൾ അങ്ങോട്ട് വണ്ടി എടുത്ത് ഞാനിവിടെ കേട്ടോ ഇറങ്ങിയത്. പിന്നെ തിരിച്ച് ഹസ്ബൻഡ് കാർ പാർക്കിംഗ് ഏരിയയിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. സാധാരണ ഇവിടേക്ക് കാർ പാർക്കിംഗ് കുറച്ച് മുന്നേ ആണെങ്കിൽ കൂടിയും നമുക്കൊരു വ്യക്തമായൊരു റീസൺ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ മോള് ഭയങ്കര ഹാപ്പിയാണ്. അവൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഇട്ട് ട്രൗസറും ബനിയനൊക്കെ ഇട്ട് അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്. പിന്നെ ഇവിടെ ബോർഡിൽ ഓരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ മഴയുള്ള സമയത്താണെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടാവും. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സമയത്താണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ അത്ര ഒഴുക്കൊന്നുമില്ല. എന്നാൽ കൂടിയും ഈ ഒരു ഏരിയയിലേക്ക് അവരെ അങ്ങനെ വിടാറില്ല. ഒഴുക്കില്ലാത്ത സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അവിടെ ഗാർഡ്സൊക്കെ ഉണ്ട്. അവർ നമ്മളെ എന്തായാലും വാച്ച് ചെയ്യും. ഈ ഭാഗമാണ് ഇവിടുത്തെ ഡേഞ്ചർ ഏരിയ. അങ്ങോട്ട് നല്ല ആഴമൊക്കെ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. പിന്നെ നമ്മൾ വന്ന സമയത്ത് അതിന് മാത്രം വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മൂക്ക് ഭയങ്കര പേടിയാട്ടോ വെള്ളമൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ റീസണ്. ഞാൻ കാല് പൊട്ടിക്കിടക്കുന്ന സമയത്ത് എനിക്കൊരു തെറാപ്പി സമയം ഉണ്ടായിരുന്നു. ഒരു 3 മന്ത് ഞാൻ തെറാപ്പിക്കൊക്കെ പോയിരുന്നു. ആ സമയത്താണ് എൻ്റെ കെട്ടിയോൻ എന്നെ ഇങ്ങോട്ട് ഒരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്നെ അവിടെ നിന്ന് പൊക്കി ഇവിടെ ആയിരിക്കും കൊണ്ടുപോയി ഇടുക എന്നുള്ളത്. എന്റെ കൂടുതലല്ലേ പിന്നെന്താ. പിന്നീട് മോളെ വെള്ളത്തിലിറക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം മോക്കാണെങ്കിൽ വെള്ളം പേടിയാണ്. അങ്ങനെ മക്കൾ തൂക്കുപാലത്തിൻ്റെ അവിടെയൊക്കെ നടക്കാൻ തുടങ്ങി. ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്.
അപ്പം ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മഴക്കാലത്തൊന്നും പോവാതിരിക്കുക. ആ സമയത്തൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇവിടേക്ക് പോവുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.